ജയിക്കാൻ സാധ്യത നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഭൂരിപക്ഷ അഭിപ്രായം UDF പറയുന്നത് എല്ലാവരും. UDF അങ്ങനെയാണ്, അതിനെ കൂടുതൽ നമുക്കറിയില്ല. ഇവിടെ മാഹി ജയിക്കാനാണ് സാധ്യത മറ്റേ UDF. പക്ഷേ LDF ശരിയൊരു നല്ല കളക്ടർ മാഹിനാണ് ജയിക്കാൻ സാധ്യത. പക്ഷേ LDF നല്ലൊരു ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യത്തിൽ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ പരസ്യമായിട്ടുള്ള ഒരു പ്രചരണം പണ്ടത്തെ പോലെ ഇല്ലല്ലോ, എല്ലാം ഓൺലൈനാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. BJPക്ക് സാധ്യത കാണുന്നുണ്ടോ? BJPക്ക് അങ്ങനെ സാധ്യത കാണുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നില്ല. തീർച്ചയായിട്ടും അതിനൊരു സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പോലെയല്ല, 96 ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇതേപോലൊരു അവസ്ഥയായിരുന്നു. അന്ന് 2000 വോട്ടിനാണ് BJP അന്ന് പരാജയപ്പെട്ടത്. പക്ഷേ ഇന്ന് എന്നെ നിലയ്ക്കൊന്ന് ജനകീയനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അദ്ദേഹത്തിൻ്റെതായിട്ട് ചില വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ഇപ്രാവശ്യം കാൻഡിഡേറ്റ് മാറിയതുകൊണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് പൊതുവെ. കാരണം ഇപ്പോഴുള്ള UDFൻ്റെ സ്ഥാനാർത്ഥി അത്ര ജനകീയനല്ല. ആള് കുറ്റം ഞാൻ പറയുന്നില്ല, പക്ഷെ അത്ര ജനകീയനല്ല എന്നെ നിൽക്കുന്നതിനെ പോലെ. പക്ഷെ BJPയുടെ സ്ഥാനാർത്ഥി ജനകീയനാണ്. അടുത്താണ് വന്നതെങ്കിലും എല്ലാവരുമായിട്ട് നല്ല ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇല്ല, കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം UDF തന്നെ ജയിക്കും, കലക്ടർ തന്നെ ജയിക്കും. അതിനുള്ള ഗ്രാസ് ലെവലിലുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക് ഓക്കെ. മേലെത്തട്ടിൽ ഇങ്ങനെ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിയെന്നേ ഉള്ളൂ. പക്ഷേ അതേ ഉള്ളൂ. ഗ്രൗണ്ട് ലെവലിൽ ഫീൽഡ് വർക്ക് ചെയ്ത ആൾക്കറിയാം ഇപ്രാവശ്യം UDF തന്നെ ആയിരിക്കും വോട്ട്. UDFൻ്റെ ഗ്യാരണ്ടിയാണ് ഇപ്രാവശ്യം. കാസർഗോഡും ഗ്യാരണ്ടിയാണ് മായിച്ച ജയിക്കും എന്നുള്ളത്. അഭിപ്രായമില്ല. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇവിടെ ചെക്കലിൽ ഒരുത്താൻ നിന്നു. ഇവിടെ ഇയോട് അതോട് നമ്മളെ ഇത് സെബാസ്റ്റ്യൻ ഓനോട് നിന്നിട്ടാകുമ്പോൾ ഓനോട് നിൽക്കേണ്ട ആളല്ല അവന്. ഇയാളങ്ങനെയല്ല. ഇയാൾ നേരെ എൻ്റെ മനുഷ്യൻ മായിച്ചാന്ന് പറഞ്ഞേക്ക് അത് നേരെ കിട്ടും കറക്റ്റ്. അതിന് യാതൊരു സംശയമില്ല. അത് താമര വിരിയില്ല. താമര വരികയില്ലെന്ന് ഞാനല്ല. താമര നിങ്ങൾക്ക് ഒരു രണ്ട് സ്ഥാനത്തിലെത്തും ചില ടൈമിന്. ഒന്നാം സ്ഥാനത്തേക്ക് പോകില്ല. ഒന്നാം സ്ഥാനം ഇതിലേക്ക് വരും മൈനാജി. അറിയില്ല. അത് UDF തന്നെ. പ്രാവശ്യം മാറ്റം വരുന്നില്ല. ഇല്ല. നമ്മളിതിനെ പറ്റി വലിയ അഭിപ്രായമൊന്നും പറയാനില്ല. സാധാരണ ഇവിടെ UDF തന്നെ ഇത് കുത്തക. പ്രാവശ്യം ഭൂരിപക്ഷം കുറയും തോന്നുന്നുണ്ട്. കാലകാലമായിട്ട് UDF വരയ്ക്കുന്നത് ഒരു പുരോഗമനമില്ല. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഇതെല്ലാം മാറ്റി പ്രാവശ്യം ജനങ്ങൾ മാറ്റി ചിന്തിക്കണം. ജനങ്ങൾ ചിന്തിക്കണം. അത് പാർട്ടി ചിഹ്നം നോക്കി. അങ്ങനെയാണ്. പിന്നെ തൊട്ടടുത്ത് BJP അല്ലേ ജയിക്കാൻ സാധ്യത ഉണ്ടോ? BJPക്ക് വലിയ കോപ്പില്ലാന്ന് തോന്നുന്നു. പിന്നെ ആരാ അവിടെ ഇടതുപക്ഷത്തിന്റെ വലിയ ശക്തി തന്നെ കുറച്ച് പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു മെച്ചം കാണുന്നു. അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കോടെ? ജയിക്കുന്നു പറയാൻ പറ്റില്ല. ജയിക്കുന്നില്ല. ജയിച്ചാൽ നാട് നല്ല പുരോഗമനം വരും. അല്ലെങ്കിൽ കുത്തകയായിട്ട് ഇങ്ങനെ വെച്ചാൽ നാടിൻ്റെ കാര്യം വെക്കും. ഇപ്പോൾ കാഞ്ഞങ്ങാടെല്ലാം നോക്കാം എങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ട് മുനിസിപ്പാലിറ്റിയിൽ. ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ കാലത്രയും റോഡ് നേരെയാക്കിന. ഇതൊരു ബോർഡ് മാത്രം കാണുന്നത്. ഇങ്ങനെ ബോർഡ് ഇതായത് ഒരു ബസ് സ്റ്റാൻഡ് മാത്രം മുനിസിപ്പാലിറ്റിയിലില്ല. വേറെ ഒന്നുമില്ല, റോഡൊന്നുമില്ല. അത് പഴയ ബസ് സ്റ്റാൻഡിൽ ഫുട്പാത്തിൽ കുറേ ബൈക്ക് പാർക്കിങ്, സ്കൂട്ടർ, ഫുട്പാത്ത് കച്ചവടം, അതെല്ലാം അവർ മാറ്റണമെന്നില്ല. അവർക്കൊരു സൈഡ് മാറ്റി കൊടുത്തിട്ട് അവർ കച്ചവടം, അവർ ജീവിക്കണ്ടേ, അവർക്കും കച്ചവടം ആക്കി കൊടുക്കുക. അതെല്ലാം റോഡ് ക്ലിയർ ആക്കി. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിൻ്റെ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ള പ്രശ്നമാണ് ഇവിടെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പാലത്തിൻ്റെ അടിയിലൊക്കെ പാർക്ക് ചെയ്യാലോ. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. പാർക്ക് അവിടെ ചെയ്യുന്നില്ലല്ലോ. പഴയ ബസ് സ്റ്റാൻഡ് നോക്കുന്നത്. അപ്പോൾ ഇത് ക്യാമറ പിടിച്ച് പോയി സൈഡ് ഇങ്ങനെ വെക്കുന്നു. ബസ് അവിടെ നിന്ന് നിർത്തുന്നത് ആളെ എടുത്തുകൊണ്ടേ പോകാം. അത് ബ്ലോക്ക് മറ്റേ 2 വീലർ വെച്ചിട്ട് അത് ബ്ലോക്ക്. അപ്പോൾ മൊത്തത്തിൽ ബ്ലോക്കാണ്. അത് മുനിസിപ്പാലിറ്റി വിചാരിച്ചാൽ അതിനെ ഒഴിവാക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ ആ ബൈക്ക് മരത്തിൻ്റെ അടുക്ക്, പള്ളിയുടെ അടുക്ക് ബൈക്ക് മുമ്പ് വെച്ചുകൊണ്ടുണ്ടായിട്ടാണ്. ആ കൊറോണ വന്നതിന് ശേഷം ഓരോന്നേ വെച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ അത് ഫുള്ളായിട്ട് ബൈക്ക് വെച്ചാൽ നമുക്ക് മുണ്ടാൻ നോക്കില്ല. നമ്മൾ അടിയാവുമല്ലോ. നമ്മളിപ്പോൾ ജോലി വേറെ അല്ലേ. ജയിക്കുന്ന സ്ഥാനാവസ്ഥ ജയിക്കുന്നു. ജയിക്കും ഞങ്ങളുടെ അഭിപ്രായം. അതിവിടെ നിങ്ങളൊരു മാത്രം അഭിപ്രായമായിട്ടാണ് കേൾക്കുന്നത്, ഒറ്റപ്പെട്ട അഭിപ്രായമായിട്ടാണ് കേൾക്കുന്നത്. ഇവിടെ എല്ലാ ചാനലുകളും അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന മുൻതൂക്കം BJPക്കും ലീഗിനുമാണ് എന്ന് പറഞ്ഞാൽ UDFിനാണെന്നുള്ളതാണ്. നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. എന്താണത് അങ്ങനെ പറയാൻ കാരണം?
പറയാനില്ല അങ്ങനെ ഞങ്ങൾ ഇടതുപക്ഷത്തിൽ ഉണ്ടാണ് അതുകൊണ്ട് സാധ്യത മായന് കലക്ടർ. പിന്നെ എന്തല്ലെങ്കിൽ ഇപ്പോഴത്തെ ബാക്കിയുള്ള വോട്ടെല്ലാം അധികം ഞാൻ LDF അനുഭവമാണ്. ഏതായാലും സാഹചര്യം നോക്കുമ്പോൾ ഇപ്പോൾ മായന് കൊലായിട്ടാണ് മായന് കലക്ടറാണ് ജയിക്കാനുള്ള സാധ്യത. നിങ്ങൾ അപ്പോൾ വോട്ട് ചെയ്യണമെങ്കിൽ UDF ചെയ്തിട്ടില്ലേ? ഇപ്പോൾ ഈ പ്രാവശ്യം UDF അധികം ചെയ്തത്. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ LDF അനുകൂലിയായിട്ട് അത് ചെയ്ത്? കാരണം BJP സാഹചര്യം വന്നാൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞത്ര നമുക്ക് BJP ഒന്ന് ഇത് BJP ഭരണത്തിൽ ഇവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ LDF അനുകൂലിയായി നിങ്ങൾ വോട്ട് ചെയ്തു. അങ്ങനെ അങ്ങനെ വേറെ ഇവിടെ വേറെ ഏതെങ്കിലും വോട്ടർമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, കുറേ ആൾ ചെയ്തിട്ടുണ്ടാവും. ബാക്കി ഭൂരിപക്ഷം ആൾക്കാർ നോക്കിയിട്ട് തന്നെ ചെയ്തു. CPM ഒഴിവാക്കിയിട്ട് കലക്ടറെ കുത്തി. കലക്ടർ ഏതായാലും നമുക്ക് നല്ലൊരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ ഇയാൾ തന്നെ നമ്മളെ സാന ഹുസൈനെ ഇത് വന്ന മോശമല്ല. പക്ഷെ അന്നെങ്കിൽ BJP വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് വോട്ടിട്ടത് കലക്ടർ മായന്. നമ്മൾ NDA സർക്കാർ തന്നെ. തീർച്ചയായിട്ടും താമരേരിയോ? താമര തന്നെ. അതിനൊരു മാറ്റം വേണം. മാറ്റം ഉണ്ടായാലേ ശരിയാവും. ഈ കഴിഞ്ഞ ഒരു 10-30 വർഷത്തെ ഇവിടുത്തെ UDF ഭരണം MLA ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ സംഭവം എല്ലാവർക്കും അറിയും. പിന്നെ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയും. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും അറിയും. ഇപ്പോൾ ഒരു മാറ്റം വേണം.